നൃത്തം മാത്രമല്ല അതിലുള്ള അഭിനയം. അങ്ങനെ 2 ദിവസത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ്. ഇപ്പം ശോഭന അല്ലെങ്കിൽ ഭാനുപ്രിയ, അങ്ങനെ ഒരുപാട് വലിയ വലിയ നർത്തകികളുണ്ട് നമുക്ക്. മഞ്ജു വാര്യർ, അതുപോലെ ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ സിദ്ദിഖ് പറയാനും നമുക്ക് നസറുദ്ദീൻ ഷാ, അങ്ങനെ അവരൊക്കെ വെച്ചിട്ടൊരു ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ കാണിക്കാം. നമുക്ക് നമ്മുടെ പില്ലറാണ്, അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മുടെ ഇവിടെ സിദ്ദിഖ് സൂചിപ്പിച്ചെന്നാണ്. അപ്പൊ അദ്ദേഹം അടുത്ത വർക്ക്ഷോപ്സിനൊക്കെ ഉള്ള സജഷൻസും കാര്യങ്ങളൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. നമസ്തേ, എല്ലാവർക്കും സന്തോഷകരമായൊരു ദിവസം നേരുന്നു. അമ്മ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. ഞങ്ങൾ അവകാശപ്പെടുന്നു പല കാര്യങ്ങളും അമ്മ ചെയ്യുന്നത് പലരും അറിയുന്നില്ല. പക്ഷെ അങ്ങനെ വലിയൊരു പബ്ലിസിറ്റി ഒന്നുമില്ലാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ അംഗങ്ങൾക്കിടയിൽ മാത്രമല്ല പുറത്തും. അപ്പം അത്തരം കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആ രംഗത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാട്ടുണ്ട്, നൃത്തമുണ്ട്, അഭിനയമുണ്ട്. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള കാര്യമാണ്. ഒരുപാട് പുതിയ ആൾക്കാർക്ക് കടന്നു വരാൻ സാധിക്കുന്നൊരു മേഖലയാണ് സിനിമ. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാം എന്നാലോചിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നൃത്തം മാത്രമല്ല അതിലുള്ള അഭിനയം. അങ്ങനെ 2 ദിവസത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ്. ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഇതൊരു ശരിക്കൊരു കുടുംബമായിട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് വർക്ക് ചെയ്യണം. ഇന്ന് ഇവിടെ നിന്ന് പോകുന്ന 32 പേരാണ് ഇതിനെ പ്രചാരകർ. അവർക്ക് അവരുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാം, എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാം, ഞങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. തീർച്ചയായിട്ടും ഇപ്പോൾ ശോഭന അല്ലെങ്കിൽ ഭാനുപ്രിയ, അങ്ങനെ ഒരുപാട് വലിയ വലിയ നർത്തകികളുണ്ട് നമുക്ക്. മഞ്ജു വാര്യർ, അതുപോലെ ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ സിദ്ദിഖ് പറയാനും നമുക്ക് നസറുദ്ദീൻ ഷാ, അല്ലെങ്കിൽ അനുപം ഖേർ, അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കമലഹാസൻ, അങ്ങനെ അവരൊക്കെ വെച്ചിട്ടൊരു ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ കാണിക്കാം, നല്ല നല്ല സിനിമകൾ കാണിക്കാം, അതിൻ്റെ ഡിബേറ്റുകൾ ഉണ്ടാക്കാം. എന്തായാലും ഒരു വലിയ കുടുംബമായിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ മറ്റുള്ള പബ്ലിക്കുമായിട്ട് ഇതിലേക്ക് കടന്നു വരാനും ഒരുപക്ഷെ ഇത്തരം ആൾക്കാർക്ക് പുതിയ സിനിമകളിലേക്കൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു പാത തുറക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണിത്. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ ചെറിയ സംരംഭം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പറയുന്നു. വർക്ക്ഷോപ്പിൻ്റെ ഒരു ഫസ്റ്റ് ഇനിഷ്യൽ തോട്ട് ആരാണ്? ഞാൻ പങ്കുവച്ചൊരു തോട്ടാണ്. ഫസ്റ്റ് എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ ഞാൻ പങ്കുവച്ചൊരു സജഷനാണ്. പക്ഷേ അത് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇത്രയധികം സപ്പോർട്ട് ഒരു ടീം ഫുള്ളാകെ തന്നു എന്നുള്ളതാണ്. ഒരാൾ പോലും ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞില്ല. ലാലേട്ടൻ ഉൾപ്പെടെ അതിനു വേണ്ടി തയ്യാറെടുത്ത് വന്നു എന്ന് പറയുമ്പോൾ ഐ എം ഹംബിൾ. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ എൻ്റെ ചിന്ത ഞാൻ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ടീം എഫേർട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വിസിബിൾ ആണല്ലോ. ഇതൊരാളുടെ ഒരു എഫേർട്ടല്ല, ഒരു വലിയ ടീം തന്നെ ബാക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു എഫേർട്ടാണ്. നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ
ഒരു ഇനീഷ്യൽ സപ്പോർട്ട് വളരെയധികം ഉണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അത് അടുത്തൊരു സ്റ്റേജിലേക്ക് വന്നപ്പോൾ നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു. രജിസ്ട്രേഷനും കാര്യങ്ങൾക്കും എല്ലാം നമ്മുടെ മീന ചേച്ചി, തസ്മി ചേച്ചി അങ്ങനെയുള്ള എല്ലാവരുമാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടെ ഒരു ജോയിൻ്റ് ആയിട്ടുള്ളൊരു ശ്രമമാണ്. അല്ല, എനിക്ക് അങ്ങനെ ഒരു ആശയം നേരത്തെ ഉണ്ടായിരുന്നു. ഇത്തവണയാണ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ടായത്. നമ്മളിങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പങ്കുവച്ചൊരു ആശയമാണ്. ആക്ച്വലി ഇത്തവണത്തെ കമ്മിറ്റിയിൽ ഒരുപാട് പേര് ഒരുപാട് സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വർക്ക്ഔട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഒന്നുകൂടെ ആക്റ്റീവാക്കി എടുത്തത്. അപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ ഇത്രയും ഒരു ഇത് നമുക്ക് സാധ്യമായത്. ഇത്രയധികം റിക്വസ്റ്റുകളും എൻക്വയറിയും വന്നത് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ നിന്ന് മാത്രമാണ്. അപ്പം ആ ഒരു സാധ്യത നമ്മൾ കൂടുതൽ നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുപാട് സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കണം. കുറച്ചുകൂടി ജനകീയമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണോ? നമുക്കത് ഒറ്റയ്ക്ക് വലിയൊരു തോതിൽ പോസിബിൾ ആവില്ല. അതൊരു വേറൊരു വശമാണ് നമ്മൾ അവാർഡ് ഷോസ് നടത്തുക, അതിൽ ജനപങ്കാളിത്തം ഉണ്ടാവുക എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഒരു ചെറിയ ശ്രമമാണ്. ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. എന്നാലും നമ്മുടെ അംഗങ്ങൾക്ക് വളരെ ചുരുക്കം സീറ്റ്സേ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അധികവും ഇപ്പോൾ 30 പേരിൽ അധികവും പേരും നമ്മുടെ പൊതു ജനങ്ങളിൽ നിന്ന് തന്നെയാണ്. അത് എക്സൈറ്റ്മെൻ്റായിട്ട് ആൾക്കാർ ഇതിൽ വന്ന് ജോയിൻ ചെയ്യുന്ന പറയുന്നത് അതിലുപരിയായിട്ട് അമ്മ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്ന നിലയിൽ ഈ സ്റ്റുഡൻസ് വരുന്ന ആൾക്കാർക്ക് ഒരു തോട്ട് ഉണ്ടാവില്ലേ, നമുക്ക് ഇപ്പോൾ അമ്മ കോർഡിനേറ്റ് ചെയ്യുന്ന മറ്റു പരിപാടികൾ, അതായത് മൂവീസിലൊക്കെ ഒരു ചാൻസ് ലഭിക്കുമെന്ന് ഒരു ഇൻ്റർണൽ തോട്ട് ഉണ്ടാവും ആൾക്കാർക്ക്. അപ്പോൾ അതിന് എത്രമാത്രം സാധ്യതയുണ്ട്? അല്ല, നമ്മളത് ക്ലിയർ ആയിട്ട് വിളിച്ച് എല്ലാവരെയും എൻക്വയറി എല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അഭിനേതാക്കളാണ്, നമ്മൾ ഒരു ചാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളല്ല. നമ്മൾ അഭിനയം തൊഴിലാക്കിയിട്ടുള്ള ആളുകളാണ്. പക്ഷെ തീർച്ചയായിട്ടും പറഞ്ഞ പോലെ വരുന്നവർക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു വർക്ക്ഷോപ്സിനെ വിളിച്ച് എല്ലാവരും നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതല്ല നമ്മുടെ റൂട്ട് എന്ന് പറയും. നമ്മൾ അവരുടെ അഭിനയം എന്ന് പറയുന്ന പാർട്ട് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്ന് പറയുന്ന അവർ സ്റ്റേജ് കാര്യങ്ങളും കൈകാര്യങ്ങളും അവരുടെ ഒരു എക്സ്പോഷർ കുറച്ചുകൂടി വലുതായിരിക്കും. അപ്പോൾ അവർക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന അനുഭവങ്ങളും കുറച്ചുകൂടെ ഡെപ്ത് ഉള്ളതായിരിക്കാം. ഒരുപാട് അവാർഡ് നൈറ്റ് ഷോസ് കൈൻഡ് ഓഫ് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കും. അത്തരം ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അല്ലാതെ ഇതിലൂടെ അഭിനയ സാധ്യത എന്നുള്ളത് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. മമ്മൂക്കയുമായിട്ട് ഡിസ്കഷൻ ഇതിൻ്റെ എന്തെങ്കിലും വന്നായിരുന്നു? ഞാനിതിൻ്റെ എളിയൊരു ഭാഗമാണ്. മമ്മൂക്ക നമ്മുടെ പില്ലറാണ്, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടില്ലാതെ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ഇവിടെ സിദ്ദിഖ സൂചിപ്പിച്ചെന്നാണ്. അപ്പോൾ അദ്ദേഹം അടുത്ത വർക്ക്ഷോപ്സിനൊക്കെയുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അവർക്കില്ലാതെ നമുക്ക് എന്താണ്, അവരാണ് നമ്മുടെ ഏറ്റവും സ്ട്രോങ് പില്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഭാവിയിൽ അദ്ദേഹം പറഞ്ഞ പോലെ അതും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് ആലോചിക്കണം.